മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടാവുന്നതാണ്. ബുൾ മാർക്കറ്റ് തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് യുദ്ധം വന്ന് സ്റ്റോക്കൊക്കെ താഴ്ത്തു വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം യുദ്ധം എന്ന് പറഞ്ഞാൽ ഒന്നും മാർക്കറ്റ് മൈൻഡ് ആക്കാനേ ഇല്ല, അത് കയറുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി യുദ്ധം നിർത്തി എന്നുള്ള ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നെക്സ്റ്റ് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. സോ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ബാങ്കിങ് സെക്ടറാണ് ഫസ്റ്റ് കയറാൻ പോകുന്നത്. സോ സെക്കൻഡായിട്ട് ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്ടർ ഫസ്റ്റ് കയറും. സെക്കൻഡ് കമ്മോഡിറ്റീസ്, അങ്ങനെയാണ് അതിൻ്റെ 1 by 1 ആയിട്ടാണ് കയറിപ്പോഴും. സോ നമുക്ക് ഇപ്പോഴേ നല്ല നല്ല ബാങ്കിങ് സ്റ്റോക്കിൽ കുറച്ച് ഷെയർ വാങ്ങി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, ഫണ്ടമെന്റ്സിൽ നല്ല സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. സോ നമ്മളൊരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന റിവാർഡ്സ് കണ്ടിട്ടായിരിക്കും ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ സെക്ടറിൽ വരാൻ പോകുന്ന മാറ്റം, അതായത് പെർട്ടിക്കുലർ കമ്പനിയിൽ വരാൻ പോകുന്ന മാറ്റം കണ്ടിട്ടായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സംടൈംസ് അതിൻ്റെ റിട്ടേൺ അപ്പം തന്നെ കിട്ടിക്കോണമെന്നില്ല. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് പൊട്ടൻഷ്യൽ ഉണ്ടാവും, പക്ഷെ റിട്ടേൺ തന്നോളണമെന്നില്ല. നമ്മൾ പേഷ്യൻസോട് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നല്ല സ്റ്റോക്കാണ് മനസ്സിലായി ചെറിയ റേറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇതിനെ അതേ ലെവലിൽ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ അതിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അതിന് താഴെയിട്ട ശേഷം മാത്രമേ സ്റ്റോക്ക് കയറ്റി കൊണ്ടുപോകുള്ളൂ. എത്ര നല്ല ഫണ്ടമെന്റൽ സ്റ്റോക്ക് ആണെങ്കിലും ഓപ്പറേറ്റേഴ്സ് കളിച്ചാൽ മാത്രമേ സ്റ്റോക്സ് കയറിപ്പോകുന്നത് ഫാക്റ്റുള്ള കാര്യമാണ്. ഫണ്ടമെന്റൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും പൈസ പോരാ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നാൽക്കോൻ്റെ റിസൾട്ട് നമ്മൾ എക്സാമ്പിൾ എടുക്കാം. നാൽക്കോ ഞാൻ 70 റുപ്പീസ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അലൂമിനിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഭാവിയിൽ ഇനി EV വെഹിക്കിൾസ് വരുമ്പോഴൊക്കെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കണം, അലൂമിനിയം ആയിരിക്കും ഉപയോഗിക്കുക. അലൂമിനിയത്തിൻ്റെ യൂസ് കൂടും, ഇത് വാങ്ങും. ആ സമയത്ത് വാങ്ങാൻ പറയുമ്പോഴും അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ആ സ്റ്റോക്കിന്. അതിൽ ആ സ്റ്റോക്ക് എനിക്ക് 1.5 കൊല്ലത്തോളം ആ സ്റ്റോക്ക് അനങ്ങിയിട്ടില്ല. 100 റുപ്യന്ന് പോയി താഴെ വന്ന് ഇങ്ങനെ കളിക്കും. ഇപ്പോൾ ആ സ്റ്റോക്ക് തന്ന റിട്ടേൺ 200% ആണ്. നിങ്ങളിപ്പോൾ അതിന് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എടുത്ത് നോക്കി നോക്ക്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 2 കൊല്ലം മുന്നിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഉണ്ടോ നോക്കി, ഉണ്ടാവില്ല. ഇതാണ് വ്യത്യാസം. അപ്പം എങ്ങനെ നോക്കിയാലും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് കിട്ടുന്ന ലാഭം ഒരിക്കലും ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് കിട്ടില്ല. റീസെൻ്റ് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, 9 സ്റ്റോക്ക് ഒന്ന് വാങ്ങിയിട്ട് 8 നഷ്ടത്തിലാണ്, പക്ഷെ ഒറ്റ സ്റ്റോക്ക് നല്ല കയറി, അത് എല്ലാ ലോസും നികത്തിപ്പോയി. നാൽക്കോ ഉണ്ടായ കയ്യിൽ നിന്നാണ്, നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ എന്തുകൊണ്ട് സ്ക്വയർ എന്നില്ല എന്നല്ല, നമ്മൾ പഠിച്ച നമ്മൾ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ പറയാൻ പോകുന്ന സ്റ്റോക്സ് അങ്ങനത്തെ സ്റ്റോക്കാണ്, പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞ സ്റ്റോക്കാണ്. സോ ഞാൻ പറഞ്ഞത് നിങ്ങളെ പോർട്ട്ഫോളിയോ ഇപ്പം 10 ലാക്സിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ 7 ലാക്സും നിങ്ങൾ എന്ത് ചെയ്യുക, 70% ലോങ് ടേം സ്റ്റോക്സും ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 30% എടുത്തിട്ട് സ്വിംഗ് ബേസ്ഡ് ചെയ്യാം. സ്വിംഗ് ബേസ്ഡ് മീൻസ് ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ പറ്റി ഫേവറബിൾ ന്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിനെ പറ്റി ഫേവർ ന്യൂസ് ഉണ്ടെങ്കിൽ, സെക്ടർ ആണെങ്കിൽ ആ സെക്ടറിൽ ലീഡർ എടുക്കുക, ഏറ്റവും നല്ല കമ്പനി എടുത്തിട്ട് അത് ബ്രേക്ക്ഔട്ടിലാണെന്ന് നോക്കുക, ടെക്നിക്കൽ കൂടെ നോക്കണം. എന്നിട്ട് വോളിയം ഒക്കെ നോക്കി എൻ്റർ എടുക്കുക. ആ ന്യൂസ് ബേസിൽ നമുക്ക് കിട്ടാവുന്ന അത്ര മാക്സിമം കയറി പോയി വിൽക്കുക. എന്നിട്ട് ലാഭം എടുത്തിട്ട് എന്ത് ചെയ്യുക, ലാഭം എടുത്തിട്ട് ഈ കൺവെൻഷണൽ സ്റ്റോക്സ് വാങ്ങാം. നമ്മൾ കൺവെൻഷണൽ സ്റ്റോക്സ് ആക്കി വാങ്ങിയിട്ട് 7 ലക്ഷത്തിൽ വാങ്ങിയത് സ്റ്റോക്സ് വാങ്ങി കൂട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആവറേജ് ചെയ്തപ്പോൾ നമ്മൾ ഷെയർസ് കൂടും ചെയ്യും. ഇതിപ്പോൾ പെർട്ടിക്കുലർ കമ്പനി പറ്റിയുള്ള ന്യൂസ് ആണെങ്കിൽ ആ ന്യൂസിൽ വോളിയം ബ്രേക്ക്ഔട്ടിൽ ടെക്നിക്കലി ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫണ്ടമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം എൻറ്റർ ചെയ്യാം. എന്നിട്ട് അതിൽ കിട്ടുന്ന ലാഭം എടുത്തിട്ട് വീണ്ടും കൺവെൻഷണൽ സ്റ്റോക്സ് എൻറ്റർ ചെയ്യുക. ഈ ഫണ്ടമെന്റൽ സ്റ്റോക്സ് എൻറ്റർ ഗുണം താഴോട്ട് വന്നാൽ തന്നെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പോയി, യുദ്ധം വന്നപ്പോൾ ഒരുപാട് സ്റ്റോക്സ് ഇറങ്ങിപ്പോയി, വിത്തൗട്ട് ഇറസ്പെക്റ്റീവ് ഫണ്ടമെന്റ്സ് എല്ലാ സ്റ്റോക്ക് ഇറങ്ങിപ്പോയി. അപ്പം നഷ്ടം വരില്ല, തിരിച്ച് കയറും. എന്നിട്ട് പ്രതീക്ഷിക്കുക സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ കൺവെൻഷണൽ സ്റ്റോക്സ് നമ്മൾ ഈ കൺവെൻഷണൽ സ്റ്റോക്സ് ആഡ് ചെയ്ത് നമ്മൾ ഷെയർസ് കൂട്ടി വെക്കുക. പിന്നെ നമ്മൾ 2 കൊല്ലം 3 കൊല്ലം ഇങ്ങനെയാണ് നമ്മൾ എയിമെങ്കിൽ ആ സമയമാകുമ്പോഴേക്ക് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് 100 150 ആക്കി വെക്കാൻ സാധിക്കും. അതാണ് സ്വിങ്ങിലെ ഒരു ഇമ്പോർട്ടൻസ്. എന്തൊക്കെ കളിച്ച് ഇൻട്രാഡേ ചെയ്യാനേ നിൽക്കണം. ഇൻട്രാഡേ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ന്യൂസ് വന്നു, ഉഗ്ര ന്യൂസ് വന്ന സെക്ടറിൽ ഇപ്പം തന്നെ കയറി വെച്ചിട്ട് പൈസ ഇല്ലാണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പുറം അപ്പുറം ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഇരിക്കണം. അവർക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വന്നതൊക്കെ അറിയാം. നിങ്ങൾ പൈസ പോകും. പിന്നെ 3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്സ് ഒക്കെ 10-15 കയറിയിട്ടുണ്ടാവും. നിങ്ങൾ പൈസ വാങ്ങിക്കൊണ്ട് നിങ്ങൾ പൈസ കംപ്ലീറ്റ് പോകും. പൈസ നിൽക്കരുത്, ഇൻട്രാഡേ ചെയ്യേണ്ട, സ്വിങ് ചെയ്യുക. സ്വിങ് ചെയ്യുന്നതും കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ 2 ലക്ഷം ഉണ്ടെങ്കിൽ 2 ലക്ഷത്തിൽ മാത്രം ചെയ്യുക, അത് കൂടുതൽ ചെയ്യാണ്ട് വെക്കുക. 3-4 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ന്യൂസിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറയുമ്പോൾ ആ സ്റ്റോക്കൊക്കെ വൃത്തിയാക്കാം.
ഓക്കെ. സോ ഞാനങ്ങനെ റെക്കമെൻഡേഷൻസ് മെമ്പേഴ്സ് കൊടുക്കുന്നത് സ്വിംഗ് ബേസ്ഡിൽ, റെഗുലർ വീഡിയോസിലാണ് ലോങ് ടേം പറയുന്നത്. സ്വിംഗ് ബേസ്ഡിൽ ഒരു പെർട്ടിക്കുലർ സെക്ടർ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്റ്റോക്സ് ഞാൻ ന്യൂസ് ഉണ്ടെങ്കിൽ, ബ്രേക്ക്ഔട്ടിലാണെങ്കിൽ, ആ സ്റ്റോക്കിൽ ഫണ്ടമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം പറയും. ഒരു 80% എക്യുറസി ഉണ്ട്. സോ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാം. ₹400 പെർ മന്ത് ആണ്. വീഡിയോ താഴെയുള്ള ജോയിൻ ബട്ടണിൽ പോയിട്ട് നമ്മുടെ മെമ്പർ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. സോ ഓക്കെ, ഇന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ പറഞ്ഞു, നെക്സ്റ്റ് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കയറാൻ വേണം ബാങ്കിങ് സെക്ടർ ആയിരിക്കാം. ഈ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എനിക്ക് തോന്നുന്നു 9 പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. 30 രൂപ മുതൽ 70 രൂപക്കും 75 ഒക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു 153 രൂപക്കാണ് ലാസ്റ്റ് വീഡിയോ ഇട്ടത്. ലാസ്റ്റ് വീഡിയോ ഇട്ട് 153 രൂപയ്ക്ക് 3 മാസം മുന്നേ. അതിനുശേഷം ആ സ്റ്റോക്ക് 203 രൂപയൊക്കെ പോയിരുന്നു. അതായത് 30%, 35% റെപ്രസെൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു. അവിടെ നിന്ന് പിന്നെ ഈ യുദ്ധം വന്നപ്പോൾ കറക്ഷനായി വന്ന് 189 ട്രേഡ് ചെയ്യുന്നത്. യൂണിയൻ ബാങ്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിയൻ ബാങ്ക് ഇതിന്റെ ബുൾ മാർക്കറ്റ് മറ്റെല്ലാ സ്റ്റോക്കും കയറുമ്പോൾ കയറാത്ത സ്റ്റോക്കാണ്. 110, 120, ഇങ്ങനെ കളിച്ച സ്റ്റോക്ക്. ബാക്കി എല്ലാ സ്റ്റോക്കും വന്ന് കറക്ഷൻ ആയപ്പോഴാണ് യൂണിയൻ ബാങ്ക് കയറി അടിച്ച് കയറി 200 രൂപയിലേക്ക് പോയി. 50% വിത്തിൻ 2 വീക്സ് ഉള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടേൺ കൊടുത്തത്. അവിടുത്തെ കറക്ഷനായി വന്നിട്ടുണ്ട് 189 ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഡൗൺ സൈഡ് റിസ്ക് മാക്സിമം ഒരു 170 ലെവലാണ്. അത്രേ ഇറങ്ങാൻ സാധ്യതയുള്ളൂ. ഇനി അത്രയും വേസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമേ അത് ഇറങ്ങാൻ സാധ്യതയുള്ളൂ. ബാക്കി എല്ലാം സ്റ്റോക്കും എല്ലാം ആ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഫേവറബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് PSU ബാങ്ക്സിലുള്ള എൻഹാൻസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇനിയും കൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അത് മെർജ് എങ്ങനെ സംഭവിക്കാൻ അറിയില്ല, എങ്ങനെ മെർജ് ചെയ്യും. 3-4 ബാങ്ക് PSU സെക്ടറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. യൂണിയൻ ബാങ്ക് ഇപ്പം തന്നെ 3ാമത് വലിയ PSU ബാങ്കാണ് ഇന്ത്യയിലെ. പിന്നെ 8671 ബ്രാഞ്ചസും 8300 ATMസും ഉണ്ട്. 2020 ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ മെർജ് ചെയ്തതിനു ശേഷമാണ് യൂണിയൻ ബാങ്ക് മോർ സ്ട്രെങ്ത് ആയത്. പിന്നെ അതിനെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ പോസിറ്റീവ് പോയിന്റ്സാണ് പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ PSU ബാങ്ക്സും വളരെ സ്ട്രോങ് ആണ്. ഇപ്പം പണ്ടത്തെ അതേമാതിരി വന്നു. NPA ഒക്കെ വളരെ ഡീസൻ്റായി കുറഞ്ഞു കൂടി. NPA ഒക്കെ ഇപ്പം 0.5 ഉള്ളൂ. ഈ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ NPA 0.5 ഉള്ളൂ. ഇത് കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് NPA ഒക്കെ വളരെ കുറച്ച് കൊണ്ട് 0.98 സെപ്റ്റംബർ 2020 0.98 ഉള്ളത് 0.55 ആയി. ഇപ്പം അത് 0.5 ഉള്ളൂ. ഇപ്പം റിസൾട്ട് നോക്കുകയാണെങ്കിൽ 4721 കോടി ആണ് സെപ്റ്റംബർ 2025 അത് കൂടി 4800 ചില്ലാനം രൂപയായി. പിന്നെ ഇപ്പോൾ 5000 ചില്ലാനം രൂപയിലാണ് ഇപ്പോൾ റിസൾട്ട് ഈ ലാസ്റ്റ് ഡിസംബർ ക്വാർട്ടർ റിസൾട്ട് കാണിച്ചത്. 5000 സംതിങ് ക്രോസ് ആണ്. 5028 ക്രോസ് ആണ് ഡിസംബറിൽ കാണിച്ച പ്രോഫിറ്റ്. സോ ക്വാർട്ടറും ഇയറിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കയറി പോകുന്ന കമ്പനിയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ബുക്ക് വാല്യൂ 142 റുപ്യുണ്ട്. അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ തന്നെ ഏകദേശം 348 രൂപ അതിന് ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൻസിക് വാല്യൂ 348 രൂപ ഉണ്ട്. 50% CAGR ഗ്രോത്ത് ലാസ്റ്റ് 5 കൊല്ലം കൺസിസ്റ്റൻ്റ് ആയി കാണിക്കുന്ന കമ്പനിയാണ്. നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. ഓപ്പറേഷണൽ എഫിഷ്യൻസി, ലോൺ ഗ്രോത്ത്, ഡിപ്പോസിറ്റ്, അഡ്വാൻസ് എല്ലാത്തിനും ഇമ്പ്രൂവ്മെൻറ്റ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കാണിച്ചിട്ടുണ്ട്. നെഗറ്റീവ്സ് ആയി തന്നെ ഒന്നും തന്നെ ഇല്ല. അവർക്ക് ഓവർസീസ് ബ്രാഞ്ചസ് സിഡ്നിയിലും ദുബായിലും ഓവർസീസ് ബ്രാഞ്ചസ് ഉണ്ട്. ടോട്ടൽ ഡിപ്പോസിറ്റ് റേറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ ഫേസ് വാല്യൂ 10 കമ്പനിയാണ്. ഓൾറെഡി പറഞ്ഞു FDI ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രസന്റ് പ്രൈസ് 189 ആണ്. ഇയർ ഹൈ 205 ആണ്. എന്നാൽ ഓൾ ടൈം ഹൈ 427 രൂപയാണ്. P റേഷ്യോ 7.62 ആണ്. ഇൻഡസ്ട്രി P 9 ആണ്. ഫേസ് വാല്യൂ 10 ആണ്. EPS 24.81, 16% EPS ഗ്രോത്ത് ഉണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ FIS 17.7 ഉള്ളത് 7.86, 76.7 ഉള്ളത് 7.7 ഉള്ളത് 7.86 ആയിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ കൂട്ടി. ഡിസംബറിൽ വീണ്ടും അത് 8.14 ആയിട്ട് കൂട്ടി. DAS
അതുപോലെ തന്നെ 11.2 11.71 ആക്കി ലാസ്റ്റ് ഡിസംബർ വീണ്ടും 11.9 ആക്കി കൂട്ടി, കണ്ടിന്യൂസ് ആയി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പബ്ലിക് കയ്യിലുള്ള സ്റ്റോക്ക് ഷെയർ 5.17 ഉള്ളത് 4.73 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. 6.22 ഉണ്ടായിരുന്നു, അത് കുറഞ്ഞ് 5.17 ആയി, വീണ്ടും കുറഞ്ഞ് 4.73 ആയത്. ഇപ്പോൾ പബ്ലിക്കിന് കഴിഞ്ഞ സ്റ്റോക്ക് കംപ്ലീറ്റ് ഫേസ് ഡി സി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വളരെ ചെറിയ തുച്ഛമായ 4.73% സ്റ്റോക്ക് പബ്ലിക് ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് 9 മേലെ ഉണ്ടായതായിരുന്നു. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റീറ്റേഴ്സിന് കഴിയുന്ന സ്റ്റോക്ക് പോയ ശേഷം മാത്രം ഈ സ്റ്റോക്കിനെ കയറ്റി കൊണ്ടുപോകുള്ളൂ. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് നല്ല ആൾക്കാർ FISന്റെ ഡി എസിന് കയ്യിലും ഈ സ്റ്റോക്കായി മാറി. 12% ഡി എസിന് കയ്യിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഈ ഗവൺമെന്റ് എടുത്താണ്. PSU അല്ലേ, പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഈ സ്റ്റോക്ക് കയറാനുള്ള ലെവലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഓൾ ടൈം ഹൈ 427 വരെ കട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. തൽക്കാലം നമുക്കൊരു 250 260 ടാർഗറ്റ് വെച്ച് വാങ്ങാൻ പറ്റിയ സ്റ്റോക്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. സോ കൺസിഡർ ചെയ്യുക. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ കുറേ പക്ഷേ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 189 ഡൗൺ സൈഡ് റിസ്ക് ഒരു 170 175 വരും. അതുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ കാരണം. 189 പ്രസന്റ് പ്രൈസ്. 170 ലെവൽ വേണമെങ്കിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നേക്കാം. അതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക, വാങ്ങിക്കൂട്ടാം. ഒരു 250 ഒക്കെ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണ്, 250 ടാർഗറ്റ് വെച്ചിട്ട് ലോങ് ടേമിലേക്ക് വാങ്ങാൻ പറ്റിയ സ്റ്റോക്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ആസ് യൂഷ്വൽ ഞാനൊരു സിവിൽ രജിസ്റ്റർ അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസേഴ്സ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യർ പേഷ്യന്റ് ലിസണിങ്. താങ്ക് യു.